ഫോണെടുത്ത് വിഷ്ണുവിനെ കോൾ ചെയ്തു. ഡാ, നിന്നെ എനിക്കൊന്ന് കാണണം വിഷ്ണു. അതിന് നീ ഇപ്പോൾ എവിടെയാടാ? അത് ഞാൻ വീട്ടിലുണ്ടടാ, ഡിസ്ചാർജായി വന്നു. വൈഫ് മറുപടി പറഞ്ഞു. അതെയോ, ഞാൻ വൈകുന്നേരം അവിടേക്ക് ഇറങ്ങാടാ. എന്നാൽ വിഷ്ണുവിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കുടിലത വൈഫിന് മനസ്സിലായില്ല. വിഷ്ണു കോൾ കട്ട് ചെയ്ത് ചുണ്ടൊന്ന് നനച്ചു. എന്നിട്ട് പറഞ്ഞു, ഡി വൈകേ, നിന്നെ കണ്ടിട്ട് കുറേ ആയില്ലേ? ചേട്ടൻ വരുന്നുണ്ട് നിന്നെ ഒന്ന് കാണാൻ. അതും കഴിഞ്ഞും ചേട്ടൻ നിൻ്റെ മോളെ വിശദമായി ഒന്ന് കാണുന്നുണ്ട്. ധ്രുവിൻ്റെ കാർ ഓഫീസിനുള്ളിലേക്ക് കടന്നതും അവനെ കാത്തുന്ന പോലെ പീറ്റർ അവിടെ ഉണ്ടായിരുന്നു. ധ്രുവ് കാറിൽ നിന്ന് ഇറങ്ങിയതും പീറ്റർ സാറെന്ന് വിളിച്ച് അവൻ്റെ അടുക്കിലേക്ക് വന്നു. ധ്രുവ് പറഞ്ഞു, പീറ്റർ, വൈഫ് ഡിസ്ചാർജായി വീട്ടിലേക്ക് കെട്ടിയെടുത്തിട്ടുണ്ട്. അവൻ്റെ ഓരോ നീക്കങ്ങളും എനിക്കറിയണം. അവനെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ അനുഭവിച്ചതല്ല അവനിനി അനുഭവിക്കാൻ പോകുന്നത്. അവൻ എൻ്റെ പെണ്ണിനോട് കാണിച്ചതിനും പറഞ്ഞതിനും ഞാൻ അവനോട് എണ്ണി പകരം വീട്ടും. പീറ്ററിനോട് സംസാരിക്കെ ധ്രുവിൻ്റെ മുഖം ചുവന്നു. അവൻ പീറ്ററിൻ്റെ മുഖത്തേക്ക് നോക്കി. ഓക്കെ പീറ്റർ എന്നും പറഞ്ഞ് ഓഫീസിലേക്ക് കയറി. അവൻ ക്യാബിനിലേക്ക് കയറാൻ വന്നതും അശോക് കൂടി ധ്രുവിൻ്റെ അടുക്കലായി വന്നു. സാർ എന്ന് വിളിച്ചതും ധ്രുവ് അയാളോടായി പറഞ്ഞു, അശോക് അകത്തേക്ക് വരൂ എന്നും പറഞ്ഞ് ക്യാബിൻ തുറന്ന് അവനകത്തേക്ക് കയറി. അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള റിവോൾവിംഗ് ചെയറിലേക്കിരുന്നു. പറയൂ അശോക്, എന്താണ് കാര്യം? അയാൾ പറഞ്ഞു. ഓഫീസിൽ ഇന്നുണ്ടായ സംഭവങ്ങൾ. എല്ലാവരുടെയും മുന്നിലായി ആമി എന്ന ന്യൂസ് സ്റ്റാഫിനെ പറ്റി കീർത്തന പറഞ്ഞതും എബിസാർ ചൂടായതും ആമി എബിസാറിനെയും കൂട്ടി ഇവിടെ നിന്ന് പോയതുമെല്ലാം ധ്രുവിനെ എല്ലാം കൊണ്ട് തലയ്ക്ക് വട്ടുപിടിക്കാൻ തുടങ്ങി. ധ്രുവിന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ തലയ്ക്ക് താങ്ങിയ കൈകൾ എടുത്തു മാറ്റി ആ കൈകളാൽ ശക്തിയിൽ ടേബിളിലായി അടിച്ചു. അശോകിന് ധ്രുവിൻ്റെ അപ്പോഴത്തെ ഭാവം കണ്ടതും പേടിയായി തുടങ്ങി. അശോക് പുറകിൽ നിന്നും വിളിച്ചു, സാർ, എല്ലാവരും മയത്തിൽ മതി. എല്ലാവരും നമ്മുടെ സ്റ്റാഫാണ്. അതിൽ വിട്ടൊന്നും പറയരുത്, പ്രവർത്തിക്കരുത്. അവൻ അശോകിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഒന്ന് നിശ്വസിച്ചു. അശോക് ഇതൊക്കെ പറയുന്നത് പേടിച്ചാണ്. ധ്രുവിനെ ഇത്രയും ദേഷ്യത്തിൽ ഇതാദ്യമായാണ് അശോക് കാണുന്നത്. അശോക് കൂൾ, എന്നോട് എന്തെങ്കിലും പറയുന്നത് കൂളായി പറയൂ. പിന്നെ നിങ്ങളിവിടെ വെറുമൊരു അസിസ്റ്റൻ്റ് മാത്രമാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല അശോകിനെ കാണുന്നത്. എൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും അബദ്ധം വന്നാൽ വലിയവനോ ചെറിയവനോ എന്ന് ഇല്ല, ഞാൻ അവർക്ക് പറയാനുള്ളത് കേൾക്കും. ആ ഒരു സ്വാതന്ത്ര്യം അശോകിന് ഞാൻ തന്നിട്ടുണ്ട്. ഇല്ല അശോക്, ഞാൻ നിലവിട്ട് പെരുമാറില്ല. അത് കേട്ടതും അശോക് നെഞ്ചിലായി കൈവച്ചു. എൻ്റെ മഹാദേവ എന്നൊന്ന് വിളിച്ചു പോയി. ഇതൊരു ക്യാബിൻ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരെയും ഒന്ന് നോക്കി. അവൻ്റെ മുഖഭാവം കാണുകെ എല്ലാവരും മുഖം കുനിഞ്ഞു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, എവരിബഡി കം ടു മീറ്റിംഗ് ഹാൾ. അത് കേട്ടതും അശോകിൻ്റെ നെഞ്ചിലൂടെ ഒരാന്തൽ കടന്നുപോയി. എൻ്റെ മഹാദേവ, ഇതിനി എന്തിനുള്ള പുറപ്പാടാണോ ആവോ? നീ വീണ്ടും ഈ ഉള്ളവനെ പരീക്ഷിക്കുകയാണോ? മാധവ് സാർ ആയിരുന്നേൽ മനസ്സിലുള്ളത് എന്നോട് തുറന്നു പറയുമായിരുന്നു. ഇതിപ്പോൾ വെട്ടൊന്ന് മുറി രണ്ടാണെന്നുള്ള സ്വഭാവമാണ്. ആ ആളോട് എന്ത് ചോദിക്കാനാണ്? എല്ലാ സ്റ്റാഫുകളും മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു. അപ്പോൾ അനു ഓടി അശോകിൻ്റെ അടുത്തേക്കായി പാഞ്ഞു വന്നു. ചോദിച്ചു, സാർ, ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെയൊരു മീറ്റിംഗ്? ഫസ്റ്റ് നീ നിൻ്റെ കിതപ്പടക്കിയിട്ട് ചോദിക്ക്. അശോക് അവളെ അടിമുടി നോക്കിയിട്ട് ദേഷ്യത്തിൽ പറഞ്ഞു. അനുഭവിച്ചോ ആ കീർത്തന? അവൾ വന്നപ്പോൾ മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളേ ഉള്ളൂ ഈ ഓഫീസിൽ. ഇപ്പോൾ അവൾ പറയുന്നതിന് ചുക്കാൻ പിടിക്കാൻ പോയതിന് നിനക്കും കിട്ടും. അതും പറഞ്ഞ് അശോക് മുന്നിലേക്ക് നടന്നു. അനു, പന്നക്കിളവൻ, എന്നെയും ഒറ്റിയെന്നാ തോന്നുന്നത്, കണ്ടറിയാം. അയ്യോ എൻ്റെ ജോലി, അത് പോയാലുള്ള കാര്യം, അയ്യോ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ധ്രുവ് മീറ്റിംഗ് ഹാളിലേക്ക് വന്നതും എല്ലാവരും വിനയപൂർവ്വം എണീറ്റു. യെസ്, ഇരിക്കൂ എല്ലാവരും. മിസ്റ്റർ എബിൻ കുര്യൻ ഇവിടെ വന്നു ജോയിൻ ആയപ്പോൾ മുതൽ ഞാൻ പറഞ്ഞതാണ് എബിൻ നിങ്ങളുടെ MD ആണ് എന്ന്. എനിക്ക് ഇവിടെയുള്ള അതേ സ്ഥാനം തന്നെയാണ് എബിനും ഇവിടെയുള്ളത് എന്ന്. അനു എന്ന് ധ്രുവ് ഉറക്കെ വിളിച്ചതും അനുവിൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. മിസ് അനു, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വല്ല സംശയമുണ്ടോ? ഇല്ല സാർ, അവൾ വേഗം മറുപടി കൊടുത്തു. ഓ അതെയോ, അപ്പം ആർക്കാണ് സംശയമുള്ളത്? അവൻ എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി. ധ്രുവ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സ്ക്രീനിൽ CCTV ദൃശ്യങ്ങൾ പ്ലേ ചെയ്യാൻ അശോകനോടായി പറഞ്ഞു. അത് കേട്ടതും അനുവിൻ്റെയും കീർത്തനയുടെയും മുഖം കുനിഞ്ഞു. കീർത്തന എല്ലാവരെയും നോക്കി പുച്ഛിച്ചു. ധ്രുവിൻ്റെ അച്ഛനും തൻ്റെ അച്ഛനും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എന്തു വന്നാലും തന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടില്ല. അവൾ ആ ഒരു ധൈര്യത്തിൽ അവിടെയായിരുന്നു. എന്നാൽ അതിൽ കാണുന്ന ദൃശ്യങ്ങൾ കാണുകെ ധ്രുവിന് വിറഞ്ഞു കയറി. അവൻ അശോകനോടായി പറഞ്ഞു, അശോക്, കീർത്തന ഡിസ്മിസ് ഇൻ ദ ഓഫീസ് ആൻഡ് മിസ് അനു സസ്പെൻഡഡ് ഫോർ 6 months.
അവർക്ക് രണ്ടാൾക്കും ചിന്തിക്കാനൊരു അവസരം കൊടുക്കാതെ അതും പറഞ്ഞ് ധ്രുവ് പുറത്തേക്ക് പോയി. കീർത്തനയുടെ തല അപമാനഭാരത്താൽ കുനിഞ്ഞു. അനു കീർത്തനയുടെ നേരെ തിരിഞ്ഞു. ഡി, നീ എന്തൊക്കെയാ പറഞ്ഞത്? ആരെ പറഞ്ഞു വിട്ടാലും അവളെ വിടില്ല. അവളെ ധ്രുവ് സാറിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണെന്ന് എന്നൊക്കെയല്ലേ. പക്ഷേ ഇപ്പോൾ നിന്നെയല്ലേ സാർ ആദ്യം ചവിട്ടി പുറത്താക്കിയത്. എൻ്റെ ഈശ്വര, ഞാൻ ഇനി എങ്ങനെ വീട്ടിൽ ചെല്ലും? അമ്മയോട് എന്ത് പറയും? ഓർത്തിട്ട് തല കറങ്ങുന്നു. അനു തലയ്ക്ക് കയ്യും കൊടുത്ത് അവിടെയായിരുന്നു. കീർത്തനയ്ക്ക് ആമിയെയും വൈകിയെയും കൊല്ലാനുള്ള ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, നിന്നെ രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ രണ്ടിൻ്റെയും കണ്ണുനീർ വരുന്നത് എനിക്ക് കാണണം. അതും പറഞ്ഞ് കീർത്തന ബാഗുമെടുത്ത് പുറത്തേക്ക് പോയി. കീർത്തന റോഡിലൂടെ നടന്നു പോകവേ വിഷ്ണു അവളെ കണ്ട് വേഗം ബൈക്ക് അവളുടെ മുന്നിലേക്ക് വട്ടം വെച്ചു. ഏത് ഡാഷ്മോനാടാ ഇത് എന്നും ചോദിച്ചു. കഴിഞ്ഞതും വിഷ്ണു ഹെൽമെറ്റ് ഊരി അവളെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു. കീർത്തന അവനോട് ചേർന്ന് നിന്ന് കുഴഞ്ഞ സ്വരത്തിൽ അവനോട് പറഞ്ഞു, നീ ആയിരുന്നോ? എവിടേക്കാടാ? ഞാനും വരട്ടെ. ആ വന്നു മുത്തേ. പിന്നെ ഞാൻ നിന്നെ കാണാനിരിക്കുമായിരുന്നു. കുറേ നാളായില്ലേ നമ്മളൊന്ന് കൂടിയിട്ട്. പിന്നെ നീ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. വൈഫവിന് ഒരു ആക്സിഡൻറ്റ് പറ്റി കിടപ്പാ. അത് കേട്ടതും കീർത്തന ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. പലരുടെയും കൂടെ കിടന്നിട്ടും നടന്നിട്ടുമുണ്ടെങ്കിലും അവനോടാണ് തനിക്ക് അടുപ്പം തോന്നിയിട്ടുള്ളത്. എന്താടി ആലോചിച്ച് നിൽക്കുന്നേ? നീ വരുന്നോ അവനെ കാണാൻ? ഞാൻ അങ്ങോട്ടേക്കാ. അത് കേട്ടതും അവൾ അവൻ്റെ ബൈക്കിൽ കയറിയിരുന്നു. വിഷ്ണു അവളെ ആകെ മൊത്തത്തിലൊന്ന് നോക്കി. എന്നിട്ട് വണ്ടി മുന്നിലേക്കെടുത്തു. ആമിയുടെ കയ്യും കോർത്ത് പിടിച്ചുകൊണ്ട് എബി ധ്രുവിൻ്റെ വീട്ടിലേക്ക് കയറി. കോളിംഗ് ബെല്ലടിച്ചു. മത്തായിച്ചൻ വന്ന് വാതിൽ തുറന്നു. എൻ്റെ പൊന്നു മത്തായിച്ച, നല്ല വിശപ്പ്, കഴിക്കാൻ എന്തേലും ഉണ്ടെങ്കിൽ എടുക്ക്. അതും പറഞ്ഞ് അകത്ത് കയറിയ ആമിയും എബിയും ഞെട്ടി മുന്നിലേക്ക് നോക്കി. എബി, കർത്താവേ!